ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു കോവയ്ക്ക റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ജാറിലോട്ട് 2 സവാള ചോപ്പ് ചെയ്തിടുക. അത്യാവശ്യം വലിപ്പമുള്ള 2 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇനി ഈ ജാറിലോട്ട് ഇടുക. ഇനി ഇതിലോട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുക. നിങ്ങളതിൽ പൊടിക്കാത്ത മല്ലിയാണ് ഉള്ളതെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. 1 സ്പൂൺ ജീരകം ചേർക്കുക. ഒരു 4-5 വെളുത്തുള്ളി ചേർക്കുക. ഒരു 2 തുണ്ട് പുളിയും ചേർക്കുക. ഇതിലോട്ട് 2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക. ഞാൻ 1 സ്പൂൺ നോർമൽ മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ഇനി ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാനിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ കോവയ്ക്ക നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലോട്ട് ഓയിൽ ചേർക്കുക. അതിനുശേഷം അതിലോട്ട് കടുക് ചേർക്കാം. ജീരകം 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് 2 വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വലിയ സൈസ് സവാള ചോപ്പ് ചെയ്ത് നമുക്ക് ചേർക്കാം. അതും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലോട്ട് ചേർക്കാം. പേസ്റ്റുകളെല്ലാം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് ജാറ് കഴുകിയ വെള്ളവും കൂടെ ഞാൻ ഇതിൽ ഒഴിക്കുന്നുണ്ട്. 2 സ്പൂൺ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെയൊക്കെ വെള്ള അംശം പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് നമ്മൾക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ മസാലയൊക്കെ പിടിക്കുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. ആവശ്യാനുസരണം നിങ്ങൾ റൈസ് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടെ റൈസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെനിക്കൊരു തമിഴ് യൂട്യൂബ് ചാനലിൽ നിന്നും കിട്ടിയ റെസിപ്പിയാണ്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയല്ല. എനിക്ക് ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വെറൈറ്റി ഫ്ലേവറായിട്ട് തോന്നി. എപ്പോഴും ടൊമാറ്റോ റൈസും ലെമൺ റൈസും ഒക്കെ ഉണ്ടാക്കി മടുത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സും പാക്ക് ചെയ്ത് കൊടുക്കാം. താങ്ക്